വെള്ളം ഇന്ന് പ്രമേഹ രോഗികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ? എന്നാൽ നമ്മുടെ ശരീരത്തിൽ പ്രമേഹം മാത്രമല്ല കൊളസ്ട്രോൾ കുറക്കാനും അതുപോലെ നീർക്കെട്ട് കുറക്കാനും അമിതവണ്ണമുള്ള ആളുകൾക്കൊക്കെ അവരുടെ തടി കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഉലുവവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, പ്രമേഹം എങ്ങനെയാണ് ഇത് കുറക്കുന്നത്, കൊളസ്ട്രോൾ എങ്ങനെയാണ് കുറക്കുന്നത്, അതുപോലെ തന്നെ അത് എപ്പോഴാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്. ഉലുവ വെള്ളത്തിൻ്റെ പ്രധാന ഗുണങ്ങളിൽ ഒന്നാണ് നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കുക എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം. ഉലുവ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂബിൾ ആയിട്ടുള്ള ഫൈബർ ഉണ്ട്, ഗാലക്ടോമാനൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസിനെ ഇത് ആഗിരണം ചെയ്യും. അപ്പോൾ നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് പ്രമേഹം കൺട്രോളിലാക്കുന്നത്. അതുപോലെ തന്നെ ഉലുവയിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് ഉണ്ട്, 4 ഹൈഡ്രോക്സി ഐസോലൂസിന്. ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടുതലാക്കും. അപ്പോൾ ഇൻസുലിൻ കൂടുതലാവുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും ഇത് പ്രമേഹം കൺട്രോളിലാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പ്രമേഹ രോഗികൾ സ്ഥിരമായിട്ട് ഉലുവ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉലുവ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിന് കാരണം ഉലുവയിൽ അടങ്ങിയിട്ടുള്ള സാപ്പോണിൻസ് നമ്മുടെ രക്തത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് കുറക്കും. അതായത് LDL കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും അതുപോലെ തന്നെ HDL കൊളസ്ട്രോൾ, അതായത് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് സ്ഥിരമായിട്ട് ഉലുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ഫാറ്റ് കുറക്കാൻ, ലിവറിലുള്ള കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ളത് കുറക്കാനും ഉലുവ വെള്ളം വളരെ നല്ലതാണ്. അതുപോലെ ഉലുവ വെള്ളത്തിന് മറ്റൊരു ഗുണമാണ് വണ്ണമുള്ള ആളുകൾക്ക് കുടവയറൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഉലുവയിൽ അടങ്ങിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഫൈബർ കാരണം നമുക്ക് ഭക്ഷണം അത് കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിനൊരു മടുപ്പ് അനുഭവപ്പെടാം. അതായത് വയറ് ഫുള്ളായ പോലെ വിശപ്പ് കുറവ് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ണമുള്ള ആളുകൾക്ക് സ്ഥിരമായിട്ട് ഉലുവ കഴിക്കുമ്പോൾ വിശപ്പ് കൂടുതലായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് തടി കുറക്കാനും കുടവയറൊക്കെ ഉള്ള ആളുകൾക്ക് വയറ് കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ സ്ഥിരമായിട്ട് ഉലുവെള്ളം കുടിക്കുന്നത് നമ്മുടെ ലിവറിൻ്റെ മെറ്റബോളിസം കൂട്ടും. ഇങ്ങനെ മെറ്റബോളിസം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള വെള്ളം, അതുപോലെ വിഷവസ്തുക്കളൊക്കെ, അതുപോലെ കൊഴുപ്പൊക്കെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് ലിവറിനെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഉലുവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഉലുവെള്ളം കുടിക്കുന്നത് ലിവറിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞു നമ്മൾ ഉലുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറയാൻ വളരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളത്. ഉലുവയ്ക്ക് ഡയൂററ്റിക് ആക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള വെള്ളം പുറന്തള്ളാനും അതുപോലെ നമ്മുടെ കിഡ്നിക്കിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിലുള്ള നീർക്കെട്ട് ഇത് കാരണം കുറയുകയും ചെയ്യും. അതുപോലെ നമുക്കറിയാം സ്ത്രീകളിൽ വരുന്ന പീരിയഡ്സിൻ്റെ സമയത്തുള്ള വേദന കാലങ്ങളായിട്ട് കുറേ ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഈ പീരിയഡ്സിൻ്റെ സമയത്ത് വേദനയ്ക്ക് ഉലുവ വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഉലുവ വെള്ളം നമ്മൾ ആ സമയത്ത് ഉണ്ടാകുന്ന വേദന കുറക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പീരിയഡ്സ് കൃത്യമായിട്ട് വരാത്ത ആളുകൾ, ഇറഗുലറായിട്ടൊക്കെ വരുന്ന ആളുകളിൽ അത് പീരിയഡ്സ് റെഗുലർ ആവാൻ വേണ്ടിയിട്ട് ഉലുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കാരണം ഹോർമോണുകൾക്ക് വരുന്ന ഇംബാലൻസ് ക്ലിയർ ആക്കാൻ വളരെ നല്ലതാണ് ഉലുവ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ വരുന്ന ഹോർമോൺ ഇംബാലൻസ്, തൈറോയിഡിൻ്റെ ഇംബാലൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈസ്ട്രജൻ പോലെയുള്ള ഇംബാലൻസ് ആയിക്കോട്ടെ, ഹോർമോണിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുള്ള ആളുകൾക്ക് ഉലുവ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോർമോണുകൾ ക്ലിയർ ആവാനും അതുപോലെ പീരിയഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആവാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്കറിയാം ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളിൽ, നെഞ്ചിരിച്ചിൽ, അസിഡിറ്റി പ്രശ്നങ്ങളുള്ള ആളുകളിലൊക്കെ സ്ഥിരമായിട്ട് ഉലുവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വയറിൽ വരുന്ന അസിഡിറ്റി ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്കറിയാം തലയിൽ താരനൊക്കെ കൂടുതലുള്ള ആളുകൾ ഈ ഉലുവ പൊടിച്ചിട്ട് അത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് തലയിൽ പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരൻ പോവാനും മുടികൊഴിച്ചിലൊക്കെ ഉള്ള ആളുകൾക്ക് അത് പോവാനും നല്ലതാണ്. അതുപോലെ ഉലുവെള്ളം നമ്മൾ ഉള്ളിലേക്ക് കുടിച്ചു കഴിഞ്ഞാലും തലമുടിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. ഇനി ഉലുവെള്ളം എങ്ങനെ കുടിക്കാം എന്നുള്ളത് നോക്കാം. എല്ലാ ദിവസവും രാത്രിയിൽ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് രാത്രിയിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് രാവിലെ 1 ഗ്ലാസ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വെറും വയറ്റിൽ കുടിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ അതുപോലെ തന്നെ കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ അമിതവണ്ണമുള്ള ആളുകൾക്ക് തടി കുറക്കാനും അതുപോലെ പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കൺട്രോളിലാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉലുവ എടുക്കുന്നത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾക്ക്, ലിവർ, കിഡ്നി പോലെയുള്ള അവയവങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്.